നടക്കുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം ആരും ചെയ്യൂല എന്ന് പറഞ്ഞ, ആരും അനുസരിക്കൂല എന്ന് പറഞ്ഞ. അപ്പൊ സുഹൃത്തുക്കളെ, സമ്മും താഅത്തും ഉലുൽ അംറുമൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നമ്മള് പറയിപ്പിക്കും. നിങ്ങളത് പറഞ്ഞേ തീരൂ. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം സലഫി ദഅ്വാ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ചർച്ച നടന്നിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്നിറങ്ങി പറഞ്ഞു എന്നല്ല, മാസങ്ങൾക്ക് മുമ്പ് ചർച്ച നടന്നിട്ടുണ്ട്. എന്തിനായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഹോട്ടൽ സ്റ്റാൻഡിൽ മീറ്റിംഗ് കൂടിയത്? അതിന് മുൻകൈയെടുത്ത സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിലവിലുള്ള സംഘടനയുടെ ദൂഷ്യങ്ങൾ നമുക്ക് വരാൻ പാടില്ല, സംഘടന നന്മകളൊക്കെ നമുക്ക് കിട്ടുകയും വേണം. അതോ സംഘടന ഇല്ലാത്ത ചില പിത്തനകളുണ്ട്, ആ പാടില്ല. ഈ 3 പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഹോട്ടൽ സ്റ്റാൻഡ് വാടകക്കെടുത്ത്, നമുക്ക് ഓഫീസൊന്നുമില്ലല്ലോ, അന്ന് നമ്മൾ ചർച്ച ചെയ്തു. 6 ദിവസം രാവിലെ 7 മണിക്ക് അവിടെ എത്തണം. 77 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ വീട് പിന്നെ കോഴിക്കോട്ട് നിന്ന്. ഞാൻ രാവിലെ 7 മണിക്ക് അവിടെ എത്തുക. 5 മണി വരെ ചർച്ച, അത് കഴിഞ്ഞ് പ്രസംഗിക്കാൻ പോവുക. അങ്ങനെ 40ഓളം ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്തു. എന്തിനായിരുന്നു അത്? ഇന്ന് ആ ചർച്ചയുടെ രേഖകൾ എവിടെ? 100ഓളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്തു. 8 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഓരോ ഗ്രൂപ്പിനും നല്ല ഒരു 200 പേജിന്റെ നോട്ട് ബുക്ക് കൊടുത്തു, ചർച്ചകൾ അതിൽ എഴുതി വെക്കാൻ. എന്നിട്ട് മൻഹജ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. അറബി സലഫി പണ്ഡിതന്മാർക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചു. മുഖാമുഖം നടത്തിയ സുഹൃത്ത് പല മുഖാമുഖത്തിലും അത് എടുത്തു പറഞ്ഞു. അല്ലേ, ഞങ്ങൾ മൻഹജ് തയ്യാറാക്കുന്നുണ്ട്, ഞങ്ങളത് സലഫി ഉലമാക്കൾക്ക് സമർപ്പിക്കും. ഇപ്പൊ പറയാണ് സലഫി ഉലമാക്കൾക്ക് ഇവിടുത്തെ സാഹചര്യം തിരിയോ? എന്നാ പിന്നെ എന്തിനാ ഹുസൈൻ സലഫി അഞ്ചല സമ്മേളനത്തിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കി? അഞ്ചല സമ്മേളനത്തിന് മൂപ്പര് പറയാണ് സലഫി ഉലമാക്കളെടുത്ത് പോകണം. യാ ഇബാദുള്ള മാത്രം ചോദിച്ചാൽ മതിയോ? യാ ഇബാദുള്ള മാത്രമേ സലഫികൾക്ക് തിരിയുള്ളൂ? ഇപ്പൊ എന്താ നിങ്ങള് എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു പെട്ടെന്നോ? സക്കരിയ സലാഹിക്ക് മുജാഹിദ് ബാലിജിയോട് അസൂയാണ്, സക്കരിയ സലാഹിക്ക് ഹുസൈൻ സലഫിയോട് അസൂയാണ്. ഞങ്ങളെ തമ്മിലിച്ചിട്ട് ഇതിന്റെ പിന്നെ